ഇനിയിപ്പോൾ സെയിം ബസ്സിൽ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ടൗണിലേക്ക് പോകുന്നത്. രാവിലെ ഒന്ന് പോയി തിരിച്ചു വന്നത് ഇതേ ബസ്സിലായിരുന്നു. വീട്ടിലെത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ കുറച്ച് പിള്ളേർ കൽപ്പറ്റ അക്വാ ഫെസ്റ്റ് കാണാൻ പോയാലോന്ന് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് അങ്ങ് ചോറൊക്കെ അങ്ങ് കഴിച്ചിട്ട് നമ്മളിത് അരമണിക്കൂർ കൊണ്ട് തന്നെ റെഡിയായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്കാണ് സ്റ്റാർട്ടിങ്. ആ 4 മണിയപ്പോൾ തന്നെ നമ്മളവിടെ ഉണ്ട്. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റാണ് എൻട്രി പാസ്. ഭയങ്കര ഹൈപ്പൊക്കെ വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കയറി പോകുന്നപാട് അവിടെ വിംസിലെ കുട്ടികളുടെ കുറച്ച് പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ കാണുന്നത് മീനുകളുടെ ഒരു ലോകമാണ് കേട്ടോ. ഈ ഒരു മീനുകളുടെ ഷോ ഞാൻ കുറച്ച് മുമ്പേ കണ്ടിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഹൈപ്പൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് ഗുമ്മിട്ടതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടി തടഞ്ഞു. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടന്ന് പിന്നെയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ട് ഈ ഷോൻ്റെ ഹൈലൈറ്റ് വരുന്നത് മത്സ്യകന്യക. അവിടെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റാളുകളാണ് കേട്ടോ. ഒരുപാട് സ്റ്റോളുകളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു താത്ത അവിടെ അച്ചാർ വിൽക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര സോസിൻ്റെ കുത്തൽ കേട്ടോ. അവർ ഹണി എന്നാണ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഫുഡ് കഴിക്കേണ്ട ഏരിയ എത്തി. അവിടെ എത്തിയാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. അങ്ങനെ പാനിപ്പൂരി വാങ്ങി, അത് കട്ട ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പിന്നെ മസാലപ്പൂരി വാങ്ങാമെന്ന് വെച്ചിട്ട് അതും വാങ്ങി, അതും ഫ്ലോപ്പായിരുന്നു കേട്ടോ. റൈഡുകളൊന്നും ആ സമയത്ത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ടൈം അവിടെ നിന്ന് തിരിയേണ്ട, കെട്ടിയന്മാരെയൊന്നും കൂട്ടാതെ വന്നതുകൊണ്ട് നമുക്ക് ബസ്സിൽ തന്നെ തിരിച്ചെത്തണമല്ലോ. അങ്ങനെ നമ്മൾ പ്ലാൻ ബി ആക്കിട്ടോ. നേരെ നെസ്റ്റോയിലേക്ക് പിടിച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ.